ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. സെൽവനോടു സെമ്പാമ്പു സേരിൽ കണവനുക്കു കടൻ വന്നു സേരാർ എന്നൊരു ചൊല്ലുണ്ട് തമിഴ് അസ്ട്രോളജിയില്. ഇതെന്തിനെ കുറിക്കുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. അതിനുമുമ്പ് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 380-ൽ പരം വീഡിയോസ് ഉണ്ട്. അതിൽ 100-ൽ പരം വീഡിയോസ് കേരള അസ്ട്രോളജിയിലെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള വീഡിയോകളാണ്. കൂടാതെ കുറേയേറെ വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ പ്രമാണ സഹിതവും ലോജിക് സഹിതവും നിങ്ങൾക്ക് പഠിക്കാനിട്ടിരിക്കുന്ന വീഡിയോകളാണ്. എൻ്റെ ലൈവ് വീഡിയോകളാണെങ്കിൽ ഫുൾ ലെസൺസ് ഒറ്റ വീഡിയോയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. എന്താ പറഞ്ഞത്? സെൽവനോട് സെമ്പാമ്പു സേരിൽ കണവനുക്ക് കടൻ വന്നു സേരാർ. സെൽവനോട് സെമ്പാമ്പു സേരിൽ കണവനുക്ക് കടൻ വന്നു സേരാർ. സെൽവനോട്, സെൽവന്റെ കൂടെ സെമ്പാമ്പു ചേരിൽ കണവനുക്ക് കടൻ വന്ന് ചേരും എന്നാണ് അർത്ഥം. സെൽവൻ എന്ന് പറഞ്ഞാൽ ആരാ? സെൽവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുമരൻ, മുരുകന്റെ പേരാണ്, അഥവാ ചൊവ്വ. സെൽവൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ. സെംപാമ്പ് എന്ന് പറഞ്ഞാൽ ചുവന്ന പാമ്പായ കേതു. അപ്പൊ ചൊവ്വയോടുകൂടി രാഹു ജോയിൻ ചെയ്യണം. രാഹു റിവേഴ്സിലായതുകൊണ്ട് ഒരു രാശിയിൽ നിൽക്കുന്ന സമയത്ത് രാഹു റിവേഴ്സ് അടിച്ച് വന്നിട്ട് ചൊവ്വയോട് ജോയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, ഒരേ രാശിയിൽ തന്നെ നിന്നാലും അതൊരു ഹാഫ് കൺജങ്ഷൻ ആണ്. എങ്കിൽ ഒരു ഫുൾ കൺജങ്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 3 ഡിഗ്രിക്കകത്ത് റിവേഴ്സിൽ വരുന്ന രാഹു നേരെ ഓപ്പോസിറ്റ്, അതായത് നേരെ സഞ്ചരിക്കുന്ന ചൊവ്വയോട് കൺജങ്ഷൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇത് കറക്റ്റ് വരും. അപ്പോ പറയണ എന്താണ്? ചൊവ്വയോട് കൂടി കേതു ഒരു സ്ത്രീ ജാതകത്തിൽ നിന്നാല് ഭർത്താവ് കടക്കാരനായി മാറും, അല്ലെങ്കിൽ ഭർത്താവിന് കടമുണ്ടാകും, അല്ലെങ്കിൽ ഭർത്താവിന് കേസ്, കെട്ടപ്പഴക്കം, ധനം നശിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുമെന്നാണ് കോമൺ പറയണത്. ഇതിന് വിധിയാണ് പറഞ്ഞത്. വിധിക്ക് പല വിലക്കുകളുണ്ട്. നമ്മൾ ഫസ്റ്റ് വിധി പഠിച്ചിട്ടാണല്ലോ വിലക്കുകൾ പഠിക്കണം. അപ്പൊ അതിന്റെ ഒരു ലോജിക്ക് എന്താന്ന് പറഞ്ഞാൽ, ചൊവ്വ എന്ന് പറഞ്ഞാല് സ്ത്രീക്ക് ഭർത്താവാണ്. സ്ത്രീക്ക് ഭർത്താവാണ്. തമിഴ് അസ്ട്രോളജി പ്രകാരം പരാശര മുറി ചൊവ്വ കുജൻ എന്ന് പറയുന്നത് സ്ത്രീക്ക് കണവനാണ്, ഭർത്താവ്. അതിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു. കാലപുരുഷ തത്വത്തിന്റെ ലഗ്നം ചൊവ്വയാണ്, 7ാം ഭാവം ശുക്രനാണ്. അപ്പൊ സ്ത്രീ ആയിട്ടുള്ള ഈ ശുക്രന് ഭർത്താവായി വരുന്ന ചൊവ്വയാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചൊവ്വ സ്ത്രീക്ക് ഭർത്താവാണ്. അപ്പൊ ശുക്രനോ മദനകാരകനാണ്. സ്ത്രീക്കും പുരുഷനും ഹോർമോൺസ്, സെക്സ്, പ്ലഷർ ഇങ്ങനെയൊക്കെ ഉള്ളത് ശുക്രനാണ് കാണിക്കുന്നത്. പക്ഷെ ഭർത്താവിന്റെ ധർമ്മം എന്ന് പറയുന്നത് അത് മാത്രമല്ലാത്തതുകൊണ്ട് ഒരു സ്ത്രീയെ പാതുകാക്കേണ്ടുന്ന, നോക്കേണ്ടുന്ന, അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടുന്ന ആള് കൂടിയാണ്. അതാണ് ചൊവ്വ. ഇതിന് കുറെ കാര്യങ്ങൾ ഉണ്ട്. ഞാൻ പല ലൈവിലും ഇതിനെയൊക്കെ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ലൈവ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. അപ്പൊ ചൊവ്വനോട് കൂടി കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേസിനെ കാണിക്കും, ഡെറ്റ്, കടത്തെ കാണിക്കും, രോഗത്തെ കാണിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഭർത്താവിന് നൽകാൻ സാധ്യതയുണ്ടെന്നാണ് വൈപ്പ്. സപ്പോസ് ചില പ്രത്യേക രാശിയിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ എടുത്ത് പറയണ്ട. ചൊവ്വ കേതു മിഥുന രാശിയിലാണെങ്കിൽ പിന്നെ എടുത്ത് പറയണ്ട. 7ാം ഭാവത്തിൽ തന്നെ ചൊവ്വ എന്നാൽ ചൊവ്വാദോഷമാണ്. അതിന്റെ കൂടെ കേതും കൂടി എന്നാൽ പിന്നെ പറയേ വേണ്ട. ഇത് ഇന്ന രാശിയിൽ തന്നെ നിൽക്കണമെന്നില്ല. കാരകൻ ഏത് രാശിയിൽ നിൽക്കുന്നുവോ ആ രാശിയുമായിട്ട് ആ കാരകത്വത്തിന് കണക്ഷൻ വരും. അത് ഞാനിപ്പോ എന്തായാലും കൂടുതൽ പറയുന്നില്ല. ചൊവ്വ ഏത് രാശിയിൽ നിന്നാലും കേതുവിനോട് കൺജങ്ഷൻ ചൊവ്വയ്ക്കുണ്ടെങ്കിൽ, സ്ത്രീ ജാതകത്തിലാണെങ്കിൽ ഭർത്താവിന് കടം വരും. അത് ഏത് ഭാവം എന്ന് വെച്ചാൽ അത് തട്ടിച്ചിട്ട് അതിന്റെ ഫലത്തെ പറഞ്ഞുകൊള്ളണം. അപ്പൊ നിങ്ങൾ സെക്കൻഡ് ലെയറിൽ പോയി ചിന്തിക്കണം.
അടുത്ത അതായത് ഫസ്റ്റ് പറഞ്ഞേക്കണ ഈ റൂളിന്റെ നെക്സ്റ്റ് റൂളിൽ പോയിട്ട് അത് ചിന്തിച്ചാലാണ് അത് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിങ്ങനെയാണ്. അപ്പൊ ഇത് പുരുഷനാണെങ്കിലോ, പുരുഷനാണെങ്കിൽ ചൊവ്വ ഇളയ സഹോദരനാണ്. അപ്പൊ ഇളയ സഹോദരന് കടം, രോഗം, വഴക്ക് ഇതൊക്കെ വരാമെന്ന് കണക്കാക്കാം. ഇനി ഏതൊരാൾക്കും ആണിനും പെണ്ണിനും ചൊവ്വ എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമിയാണ്, ഭൂസ്വത്താണ്, വസ്തുവാണ്. ചില പ്രത്യേകതരം വാഹനങ്ങൾ ചൊവ്വയാണ്, ചില പ്രത്യേകതരം വാഹനങ്ങൾ ശുക്രനാണ്. അപ്പൊ ആ പ്രത്യേകതരം വാഹനങ്ങൾക്കും അത് ഏതാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്. വസ്തുവിനും ഭൂമിക്കും മുകളിൽ കടം വരാം. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് കടം വരാനുള്ള സാധ്യതയുണ്ട്. അത് മിക്ക ആളുകളും വീട് വെക്കുന്ന സമയത്തൊക്കെ കടം സ്വാഭാവികമായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് അത്ര പ്രശ്നമല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണോ വരുത്തുന്നത്, ആ കടം വന്നതിന് ശേഷം എത്ര നാൾ കൊണ്ട് കടം വീടും, കടം വന്ന് കടത്തിലായിട്ട് നശിക്കുമോ, ഭർത്താവ് കടം ഉണ്ടാക്കി വെച്ചിട്ട് ഭാര്യയ്ക്ക് തലവേദന ആവുമോ എന്നൊക്കെ അറിയണമെങ്കിൽ വിശദമായിട്ട് ജാതകം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഗ്രഹം നിൽക്കുന്ന ഭാവം, നോക്കുന്ന ഭാവം, അസ്തംഗം, വക്രം, അസ്തമനം, സ്തംഭനം, മറ്റുള്ള ഗ്രഹങ്ങളുമായിട്ടുള്ള കൺജക്ഷൻ, ഇത് മാത്രമല്ല ബാക്കിയുള്ള ഗ്രഹങ്ങൾ, ഗുരുവിന്റെ പാർവയുണ്ടോ, ശുക്രന്റെ പാർവയുണ്ടോ, അതായത് ദൃഷ്ടികള്, ഷഡ്ബലങ്ങൾ എല്ലാം നോക്കിയിട്ട് വേണം മൊത്തം ഒരു ഫലത്തിലേക്ക് എത്താൻ. ഈ റൂള് ഉണ്ടെങ്കിൽ ഈ റൂള് വർക്കിംഗ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഒരു ഫസ്റ്റ് റൂള് നമ്മൾ കാണണമെങ്കിൽ ആ റൂളിനെ എടുത്തിട്ട് ആ റൂളിൽ പറയുന്ന സബ് റൂളുകൾ നോക്കി ആ സബ് റൂളുകൾ വർക്കിംഗ് ആണോ, ഇതുണ്ടെങ്കിൽ ഇതുണ്ടോ എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയി. ഒരു ഭാവത്തിൽ ഒരു ഗ്രഹം ഇരിക്കണ്ടെങ്കിൽ ആ ഭാവത്തിൽ ആ ഗ്രഹം ഇരിക്കുന്നുണ്ടെന്നുള്ള ആ ഭാവത്തിന്റെ കേൾവിയെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായി. ഇപ്പൊ 7ാം ഭാവത്തിൽ ഇരിക്കണ്ടെങ്കിൽ 7ാം ഭാവത്തിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വന്നിട്ട് പിന്നെ അത് സബ് റൂളുകൾ പരിഗണിച്ചിട്ട് വേണം ഫലം പറയാൻ. എന്നാലാണ് ഫലം ശരിയാവുള്ളൂ. അപ്പൊ ഇത് ആർക്ക് എപ്പോഴും എങ്ങനെ, ഭൂമി മൂലം കടമാണോ എന്നൊക്കെയുള്ള അടുത്ത്. പിന്നെ ചില സ്ത്രീകളുടെ ഭർത്താക്കന്മാര് ചില പ്രത്യേക ജോലികളിലാണ് ഉള്ളതെങ്കിൽ ചൊവ്വ കേതു വന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ കടം വരത്തില്ല, അവിടെ കടം വരില്ല. കാരണം അവർ ചെയ്യുന്ന തൊഴില്, ഒരു സ്ത്രീയുടെ ഭർത്താവ് ചെയ്യുന്ന തൊഴില് ചൊവ്വയുടെയും കേതുവിന്റെയും കാരകത്വമുള്ള തൊഴിലാണെങ്കിൽ, ഇപ്പൊ ഒരു വക്കീലാണെന്ന് വിചാരിക്കുക, ഗവൺമെന്റ്, അപ്പൊ ആ പ്രശ്നമല്ല. അങ്ങനെ ഒരു 32ഓളം തൊഴിലുകൾ തന്നെ കേതു ചൊവ്വ കണക്ഷനിൽ വരുന്ന തൊഴിലുകളുണ്ട്. അതിൽ ഏതെങ്കിലുമാണ് ചെയ്യണമെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. അപ്പൊ അവിടെയും ഒരു സബ് റൂളായി അവിടെ. കാരണം ഓൾറെഡി അവര് വഴക്ക്, കേസൊക്കെ ഉണ്ടാവുന്നതല്ലേ, കേസുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ്, വക്കീല് ഒക്കെ. അപ്പൊ ആ ലോജിക്ക് അവിടെ കണക്ട് ആവും. അപ്പൊ ഇത്തരത്തിലും കൂടി ചിന്തിച്ചിട്ട് വേണം ഫലം പറയാൻ. എന്തായാലും സെൽവനോട് സെൻപാമ്പ് സേരിൽ കണവനുക്ക് കടൻ വന്ന് സേരാർ എന്ന് പറയുന്ന ആ ഒരു ലോജിക്കാണ് ഞാനെന്ന് പറഞ്ഞു തന്നത്. ഇനി ഇത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ നോക്കാം. ഇന്നേക്കുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി തുടങ്ങാം. ഓം അഗത്തീശ്വരായ.